ഹലോ, എല്ലാവർക്കും യോ ഗുരുവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒരു 1600+ വേർഡ്സ് പഠിക്കുന്ന ഒരു മിഷനിലാണല്ലേ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇന്ന് നമ്മളൊരു 20 വേർഡ്സ് പഠിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേ 1 വീഡിയോ ആദ്യം കാണുക, അതിനുശേഷം ഡേ 2 വീഡിയോയിലേക്ക് വരിക കേട്ടോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ വേർഡ് വരുന്നത് അക്കൗണ്ടൻറ്റ്. എ പേഴ്സൺ വാസ് പ്രൊഫഷൻ ഈസ് ടു കീപ് അക്കൗണ്ട്സ്. ഓക്കെ, സെക്കൻഡ് വൺ അസേർബിക്, ഷാർപ്പ് ആൻഡ് ഡയറക്റ്റ്, അതായത് പരുഷമായിട്ട് രൂക്ഷമായിട്ടുള്ള സംസാരം, അങ്ങനെയുള്ളിടത്തൊക്കെ ആ വേർഡ് ഉപയോഗിക്കും. അടുത്തത് അക്കൗസ്റ്റിക്സ്, അതായത് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് സൗണ്ട്. ഓക്കെ, ശബ്ദത്തെ പറ്റിയുള്ള പഠനം. അടുത്തത് അക്യൂറ്റ് ആണ്, പലപ്പോഴും സിനിമകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ മീനിങ് ടു ഡിസൈഡ് ആൻഡ് സ്റ്റേറ്റ് ഒഫീഷ്യലി ഇൻ കോർട്ട് ദാറ്റ് സംബഡി ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് എ ക്രൈം. ഒരാളെ കുറ്റവിമുക്തനാക്കുക. ഗിൽറ്റി എന്ന് പറഞ്ഞാൽ കുറ്റക്കാരൻ, അപ്പം നോട്ട് ഗിൽറ്റി പറയുമ്പം കുറ്റക്കാരനല്ലാതെയാക്കുക. ഓക്കെ, 25th വൺ വരുന്നത് അക്രോബാറ്റ്, വൺ ഹൂ പെർഫോംസ് ഡയറിങ് ജിംനാസ്റ്റിക് ഫീറ്റ്സ്. കായികാഭ്യാസി, നമ്മൾ കാണാറില്ലേ ഈ സർക്കസിലൊക്കെ ചെറിയ കയറുമ്മിലും അതേപോലെ തുണിയുമേലൊക്കെ ചുറ്റി പല അഭ്യാസങ്ങളും കാണിക്കാറില്ലേ, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വേർഡ് വരുന്നത് അക്രോണിം, an abbreviation formed from the initial letters of other words and pronounced as a word. ഫോർ എക്സാമ്പിൾ, ഇപ്പം ATM നമ്മൾ പറയാറില്ല, എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വേർഡ്. അത് എന്താണ് ശരിക്കും? ATM എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീനാണ്. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ടാണ് ATM എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേർഡ്സിന് ഉപയോഗിക്കുന്നതിനാണ് അക്രോണിം എന്ന് പറയുക. 27th വൺ അക്രോഫോബിയ, ഫിയർ ഓഫ് ഗ്രേറ്റ് ഹൈറ്റ്സ്. ഉയരങ്ങളെ പേടിയുള്ളവരുണ്ടാവും, ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് നോക്കാനുള്ള പേടിയില്ലേ, ആ പേടിയാണ് അക്രോഫോബിയ എന്ന് പറയാം. 28th വൺ ആക്ട്, അഭിനയിക്കുക എന്ന മീനിങ്. ഓക്കെ, 29th വൺ ആക്ടിവേറ്റ്, അതായത് ഒരു മെഷീന് ആക്റ്റീവ് ആക്കുക അല്ലെങ്കിൽ അതിനെ ഓപ്പറേറ്റീവ് ആക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യിക്കുക, അതിൻ്റെയൊക്കെ അങ്ങനത്തെയൊക്കെ മീനിങ് ആണ്. 30th വൺ അക്യുമെൻ, ദ എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ടേക്ക് ക്വിക്ക് ഡിസിഷൻസ്. നല്ല സൂക്ഷ്മ ബുദ്ധിയുള്ള, കുശാഗ്ര ബുദ്ധിയുള്ള, ബുദ്ധി സാമർഥ്യമുള്ള, കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്ന, അങ്ങനത്തെയൊക്കെ മീനിങ് ആണ് അക്യുമെൻ കേട്ടോ. ഇതിലെ വേർഡ്സ് ഒന്നുകൂടെ പറയാം, അപ്പം മൈൻഡിൽ അതിൻ്റെ മീനിങ് വരുന്നുണ്ടോ നോക്കട്ടോ. അക്യൂറ്റ്, അക്രോബാറ്റ്, അക്രോണിം, അക്രോഫോബിയ, ആക്ട്, ആക്ടിവേറ്റ്, അക്യുമെൻ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് 31st അഡിക്റ്റ്. അറിയാലോ, എന്തിനെങ്കിലും നമ്മൾ അഡിക്റ്റഡായി പോവുക എന്നുള്ള, അടിമയായി പോവുക എന്നുള്ള മീനിങ്. ഓക്കെ, അടുത്തത് അദീർ, ബിലീവ് ഇൻ ആൻഡ് ഫോളോ ദ പ്രാക്ടീസസ് ഓഫ്, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തെ മുറുകെ പിടിക്കുക, കർക്കശമായിട്ട് അതേ നിയമങ്ങൾ പാലിച്ചു പോവുക എന്നൊക്കെയുള്ള മീനിങ്. നെക്സ്റ്റ് വൺ അഡോളസൻസ്, കൗമാരം എന്ന അർത്ഥം. ഓക്കെ, 34th വൺ അഡോണിസ്, എൻ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ യങ് മാൻ, ഒരു സുമുഖനായ യുവാവ്, ഭംഗിയുള്ള ഒരു യുവാവ് എന്നുള്ള മീനിങ് ആണ്. 35th വൺ അഡൾട്ടറേറ്റ്, മേക്ക് ഇംപ്യൂർ ബൈ ആഡിങ് ഇൻഫീരിയർ സബ്സ്റ്റൻസസ്, അതായത് മലിനമാക്കുക, എന്തെങ്കിലും കാര്യം ചേർത്ത് മായം ചേർക്കുക, ആ മീനിങ് ആണ് ആ വേർഡിന് വരുന്നത്. ഓക്കെ, 36th വണ്ണ് അഡ്വക്കേറ്റ്, എ പേഴ്സൺ ഹൂ സപ്പോർട്ട്സ് ഓർ സ്പീക്സ് ഇൻ ഫേവർ ഓഫ് സംതിങ്. നമുക്ക് ഈ വേർഡൊക്കെ അറിയുന്നത് തന്നെയാണ്, പക്ഷേ ഈ എങ്ങനെയാണ് അതിനെ വേർഡിൽ പറയുക എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് ആ മീനിങ് കിട്ടണം. അപ്പോൾ വൺസെങ്കിലും ഇങ്ങനത്തെ വേർഡ്സിൽ കൂടിയൊക്കെ പോയാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അറിയാലോ, അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പക്ഷത്തെ വാദിക്കുന്ന ആൾ, ന്യായത്തെ വാദിക്കുക എന്നുള്ളതിലുപരി ഒരു പക്ഷത്തെ വാദിക്കുന്ന ആളെന്നായിരിക്കും നമുക്ക് പറഞ്ഞാൽ കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. അതായത് എല്ലാവരും ന്യായങ്ങൾക്ക് വേണ്ടിയായിരുന്നു, പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുന്ന വക്കീലന്മാരുണ്ടല്ലോ. ഓക്കെ, 37th വൺ ഏരിയൽ, ഗ്രോവിങ്, എക്സിസ്റ്റിംഗ്, ലിവിങ് ഇൻ എയർ, അതായത് അന്തരീക്ഷമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഏരിയൽ വ്യൂ എന്ന് പറയില്ലേ, ആകാശത്തു നിന്നുള്ള വ്യൂ, അങ്ങനെയുള്ള വായുവിലോ അന്തരീക്ഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ഏരിയൽ യൂസ് ചെയ്യാം. 38th വണ്ണ് ഏസ്തെറ്റിക്, കൺസേൺ വിത്ത് ബ്യൂട്ടി ഓർ ദ അപ്രീസിയേഷൻ ഓഫ് ബ്യൂട്ടി, സൗന്ദര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, സൗന്ദര്യബോധമുള്ള ആ റിലേറ്റഡ് വേർഡാണത്. 39th വണ്ണ് അജണ്ട, എ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ടു ബി ഡിസ്കസ്ഡ് അറ്റ് എ മീറ്റിംഗ്, ഒരു മീറ്റിങ്ങിൻ്റെ കാര്യപരിപാടി എന്താണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അജണ്ട. ഓക്കെ, 40th വണ്ണ് അഗ്രസീവ്, ഓൾവേസ് റെഡി ടു അറ്റാക്ക് ഓർ കോറൽ, ഓർ വൺ ഹൂ ഈസ് ഹോസ്റ്റൈൽ ആൻഡ് വയലൻറ്റ്, ഭയങ്കര ആക്രമണ സ്വഭാവമുള്ള, രൂക്ഷ സ്വഭാവമുള്ള, ക്രൗര്യമുള്ള എന്നൊക്കെയുള്ള മീനിങ് ആണ് അഗ്രസീവിന്. അയാൾ ഭയങ്കര അഗ്രസീവാന്ന് പറയില്ലേ, അയാൾ ഭയങ്കര ഒരു ആക്രമണ സ്വഭാവമുള്ളൊരു, എന്തിനിങ്ങോട്ട് എടുത്ത് ചാടുന്നൊരു ടൈപ്പാണ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ വേർഡ്സ് ഇന്നത്തെ നമുക്ക് പരിചിതമായിട്ടുള്ളതാണല്ലേ. അപ്പം ഇതൊക്കെ ഒരു തവണ കേട്ട് പോയാൽ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വേർഡ് പറയാമെന്നുള്ള കിട്ടുപോയാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഇനി നാളെ നമ്മൾ അടുത്ത സെറ്റായിട്ട് വരുന്നതായിരിക്കും, അടുത്ത 20 എണ്ണം ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളെ കാണാം.